ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ്റ്ററിക്കൽ ഇവല്യൂഷൻ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ്. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഹിസ്റ്ററി ശരിക്കും പറഞ്ഞാൽ 5ആയിട്ട് മെയിനായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ക്ലാസിക്കൽ അപ്രോച്ച് ടു ദി മാനേജ്മെൻറ്റ്, ഹോത്രം സ്റ്റഡീസ്, ഹ്യൂമൻ റിലേഷൻഷിപ്പ് മൂവ്മെൻറ്റ്, കണ്ടിജൻസി അപ്രോച്ച്, പോസിറ്റീവ് ഓർഗനൈസേഷൻ ബിഹേവിയർ. 5 ഹെഡിങ്ങിൽ എങ്ങനെയൊക്കെയാണ് ഇന്ന് കാണുന്ന ഓർഗനൈസേഷൻ ബിഹേവിയറിലേക്ക് വന്നു എന്നാണ് പഠിക്കുന്നത്. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലാർജ് സ്കെയിൽ ഓഫ് എംപ്ലോയീസ് വർക്ക് ചെയ്യണത് നമ്മൾ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് ഒരു 19th സെഞ്ച്വറി വരെ, 19th സെഞ്ച്വറിയുടെ അല്ലെങ്കിൽ 18th സെഞ്ച്വറിയുടെ ലാസ്റ്റ് വരെ ലാർജ് എംപ്ലോയീസ് ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവുന്ന ഓർഗനൈസേഷൻ, മെനി ലാർജ് ഓർഗനൈസേഷൻ വളരെ കുറവായിരുന്നു. അഥവാ മെനി ലാർജ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ദേ ആർ വർക്കിംഗ് എന്ന ഫോം ഒരു മിലിറ്ററിയുടെ ഫോമാണ്. അവിടെ എങ്ങനെ ഒബേ ചെയ്യുക, ഒരാൾ കമാൻഡ് ചെയ്യും, ഒരാൾ ഒബേ ചെയ്യും, ആർക്കൊന്നും അങ്ങനെ പറയാനുണ്ടായില്ല. എന്നാൽ ലേറ്റ് 18ൽ നമ്മുടെ സ്റ്റീം പവറിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നതോട് കൂടിയിട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് ഫാക്ടറികളുണ്ടായി, അതുപോലെ തന്നെ റെയിൽ റോഡ്സ് ഉണ്ടായി. അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രികൾ ഗ്രോ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് എംപ്ലോയീസുകൾ, അതായത് ലാർജ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ വന്നു, പീപ്പിളും ഇൻഫോർമേഷൻസും, അങ്ങനെ ലാർജ് ചേഞ്ചസാണ് ഒരു ഇൻഡസ്ട്രിക്ക് വന്നത്. സോ നമ്മളുടെ മിലിറ്ററി ടൈപ്പ് മോഡലേ അവിടെ വർക്കൗട്ട് ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലായി. അതായത് മിനി ഓർഗനൈസേഷൻ അന്ന് കാണാത്ത, അത് ലാർജ് ഓർഗനൈസേഷനിലെ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റൈൽ വ്യത്യാസം വരുത്തണമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇതിനൊരു തുടക്കം എന്ന് പറയണത്. അങ്ങനെ നമ്മളതിനെ പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ എന്താ പറയുക, ക്ലാസിക്കൽ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ്. ഈ ക്ലാസിക്കൽ അപ്രോച്ചിൽ എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെയ്ലറാണ് ഇതൊന്ന് ശ്രമിച്ചു നോക്കിയത്. അതായത് നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ ക്ലാസിക്കൽ അപ്രോച്ചിൽ വരുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിൽ നമ്മൾ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് സ്ട്രക്ചറിനെ കുറിച്ചാണ് മോർ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെങ്ങനെ ആ സ്കൂളിങ് എന്താ പറയുന്നത്, ഒരു വർക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വേ എന്താണ്, അങ്ങനെയല്ലേ, നമ്മൾ അങ്ങനെയാണല്ലോ ടൈലർ പഠിച്ചത്. നിങ്ങൾ പഠിച്ച് ഓർക്കുന്നില്ലേ? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്താ ചെയ്തിരിക്കുന്നത്, ടൈലർ എന്താ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്, ഓരോ വർക്കിനും സയൻസാണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അതായത് എംപ്ലോയീസിൻ്റെ ബിഹേവിയർ ഫേസ് ചെയ്യണ ബിഹേവിയർ ഓൾട്ടർനേറ്റീവ് ഒന്നും അവർ ഫോക്കസ് ചെയ്യില്ല. എങ്ങനെ ബെസ്റ്റ് വേ ടു ഡൂയിങ് എ വർക്ക്, അതാണ് സയൻറ്റിഫിക്കായിട്ട്. അതായത് മോഷൻ സ്റ്റഡീസ് ആയിരുന്നു, എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അതായത് നമ്മൾ ഇൻട്രാക്ഷനൊന്നും വർക്ക് ചെയ്യുന്നില്ല, നമ്മളൊരു കാര്യം ചെയ്തിട്ട് തന്നെ എങ്ങനെയാണ് ഓരോ ടാസ്കിനെ സ്മോൾ ആക്കണം, ആ ടാസ്ക് ചെയ്യാൻ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു, അതാണ് ടൈലറുടെ മോഡലിംഗ് ക്ലാസിക്കൽ അപ്രോച്ചിൽ സയൻറ്റിഫിക് മെത്തേഡ് ഉണ്ടായത്. എന്നാൽ ഈ ക്ലാസിക്കൽ അപ്രോച്ചിൽ സയൻറ്റിഫിക് മെത്തേഡ് അത് ലോങ്ങർ റണ്ണിൽ അത് നമുക്ക് വലിയ തിരിച്ചടിയായിപ്പോയി. അത് അത്രയധികം പ്രൊഡക്റ്റീവായി പോയില്ല. എംപ്ലോയീസ് ഒരു ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടായി. അപ്പോൾ പിന്നെ വരുന്നത് ഫസ്റ്റ് വേൾഡ് വാറാണ്. അതാണ് ഹോർട്ടോൺ സ്റ്റഡീസിൽ വരുന്നത്. ഈ ഹോർട്ടോൺ സ്റ്റഡീസിൽ നിന്ന് നോക്കിയൊക്കെ, ഹോർട്ടോൺ സ്റ്റഡീസിൽ നമ്മൾ ഈ ഹോർട്ടോൺ സ്റ്റഡീസിലുള്ള ആൾക്കാർ ഹോർട്ടോൺ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഹോർട്ടോൺ ഇഫക്റ്റ് എന്ന് പറയും. ഓക്കെ, ഈ ഹോർട്ടോൺ സ്റ്റഡീസ് നമ്മൾ അനാലിസിസ് നടത്തുന്നത് എങ്ങനെയാണ് എംപ്ലോയീസിനെ കുറച്ച് എഫക്റ്റ് ഉണ്ടാവും, ഒരു ബിഹേവിയറിൽ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയിൽ വല്ല വ്യത്യാസം വരുന്നുണ്ടാവും ഫാക്ടറി ലൈറ്റ് ഉപയോഗിച്ചപ്പോൾ. അതുപോലെ അതാണ് ഫസ്റ്റ് സ്റ്റഡി നടത്തിയത്. അതായത് എങ്ങനെയാണ് ലൈറ്റ് എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതുപോലെ തന്നെ റൂംസ് കൊടുത്തപ്പോൾ അവർക്ക് റെസ്റ്റിനും അതുപോലെ അതുപോലെ ഫാറ്റിക്കൊന്നുമില്ലാതെ പ്രൊഡക്ടിവിറ്റി ഇങ്ങനെ മെജോറിറ്റി എന്താണ് റിസൾട്ട് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ മനസ്സിലാക്കിയത് ഒരു പോസിറ്റീവ് റിസൾട്ടാണ് വന്നത്, അന്നേ വരെ ഇല്ലാത്ത. അത് എംപ്ലോയീസിനെ മാനേജ്മെൻറ്റ് കെയർ ചെയ്യുമ്പോൾ എംപ്ലോയീസ് എന്താ പറയുക,
നല്ല പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട്. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹോത്തോൺ സ്റ്റഡീസിൽ നമുക്കൊരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ മാനേജർ സക്സസ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്, എംപ്ലോയീസിനെ കെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായി. ദെൻ തേർഡ് പറയുന്നതാണ് തേർഡിൽ എന്താ വരുന്നത്, ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ്. നമ്മൾ അതായത് എംപ്ലോയീസിനെ നന്നായി ട്രീറ്റ് ചെയ്യുമ്പോൾ അവർ പ്രൊഡക്റ്റീവില്, അപ്പോൾ എന്താ നന്നായി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ബൂസ്റ്റ് ചെയ്യും, പ്രൊഡക്ടിവിറ്റിയെ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റിൽ പറയുകയാണെങ്കിൽ ശരി, ഇത് മെയിൻ കോൺട്രിബ്യൂട്ട് തിയറി എക്സും തിയറി വൈ ആരുടെ, മാഗ്രിഗേഴ്സിൻ്റെ തിയറി എക്സും തിയറി വൈ മൂവ്മെൻറ്റ്, അതായത് എംപ്ലോയീസിന് നന്നായിട്ട് അവിടെ ഹ്യൂമൻ റിലേഷനാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്നത്. പ്രൊഡക്ടിവിറ്റിക്ക് ഉണ്ടാവാൻ കാരണം ഹ്യൂമൻ അതായത് നമ്മൾ സാറ്റിസ്ഫൈഡ് വർക്കറാണെങ്കിൽ അവർ മോർ പ്രൊഡക്ഷൻ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. പ്രോപ്പർ വർക്കിംഗ് എൻവയോൺമെൻറ്റും അതുപോലെ ഹൈ പ്രൊഡക്ടിവിറ്റിക്കുമായി ലിങ്ക് ഉണ്ടെന്നാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ മൂവ്മെൻറ്റിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ടീം വർക്ക്, മോട്ടിവേഷൻ, ഗോൾ, ഇതൊക്കെയാണ് പ്രോമിനൻ്റ് ഏർലി സ്കോളർ ഇൻ ദിസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൻറി ഫയോള്, മേരി പീക്കർ ഫോളറ്റ്, ഹെസ്ബർഗ്, മാസ്ലോ, ഇവരൊക്കെയാണ് ഹ്യൂമൻ റിലേഷൻ്റെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ കീ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് വർക്കേഴ്സ് ആർ മോർ പ്രൊഡക്റ്റീവ് ദെൻ അതുപോലെ തന്നെ പ്രോപ്പർ വർക്ക് എൻവയോൺമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ കണ്ടിജൻസി അപ്രോച്ചിൽ പറയുന്നത് നമ്മളിങ്ങനെ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ട് കാര്യമില്ല. കണ്ടിജൻസിക്ക് സിറ്റുവേഷൻ ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വലിനും ആ സിറ്റുവേഷനും കൂടി അങ്ങനെ നമ്മൾ കണക്കാക്കണം. അതാണ് കണ്ടിജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. മാനേജേഴ്സ് എപ്പോഴും പ്രൊഫഷണൽസ് ഡിസിഷൻ മേക്കിംഗ് ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കുമ്പോൾ വി ഹാവ് ടു എക്സാമിൻ ദി ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ ഡിഫറൻസ്. അതാണ് കണ്ടിജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. ലാസ്റ്റ് അപ്രോച്ച് എന്നാണ് പോസിറ്റീവ് ബിഹേവിയർ അപ്രോച്ച്. പോസിറ്റീവ് ബിഹേവിയർ അപ്രോച്ച് നമ്മൾ പറയണത് അതായത് എക്സ്ട്രാ ഓർഡിനറി ഇൻഡിവിജ്വൽസിന് വർക്ക് ടീമിനും ഓർഗനൈസേഷനും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ പോസിറ്റീവ് മാനേജർ ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ്റെ സ്ട്രെങ്ത് പോയിൻ്റാണ്. എംപ്ലോയീസിന് ഒരു പോസിറ്റീവ് ബിഹേവിയർ ഹ്യൂമൻ റിസോഴ്സിനെ സ്ട്രെങ്തൻ ചെയ്ത് സൈക്കോളജിക്കൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മെഷർ ചെയ്ത് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ഓർഗനൈസേഷൻ ബിഹേവിയർ ഫോക്കസ് ഓൺ ദി ഡെവലപ്പിംഗ് ഹ്യൂമൻ സ്ട്രെങ്ത് ആണ്. ഇങ്ങനെയാണ് എൻ്റെ ഹിസ്റ്ററി പറയുന്നത്. 5 പറയാം. ക്ലാസിക്കൽ അപ്രോച്ചിൽ അവർ ഇൻഡസ്ട്രിയലൈസേഷനാണ് OBക്ക് തുടക്കം വരാൻ. അതിന് മുമ്പ് നമ്മൾ അത്രയധികം എംപ്ലോയീസും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നില്ല. അഥവാ വർക്ക് ചെയ്തെങ്കിൽ മിലിറ്ററി ടൈപ്പിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, സ്റ്റീം പവർ വന്നതോടുകൂടി ഒരുപാട് ഇൻഡസ്ട്രീസ് വന്നു. ഒരുപാട് ഇൻഡസ്ട്രീസ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് എംപ്ലോയീസ് വന്നു. അപ്പോൾ അവരെ പ്രോപ്പർട്ടി മാനേജ് ചെയ്യണം. അപ്പോൾ ആദ്യം സയൻറ്റിഫിക്കായിട്ട് നോക്കി, പിന്നെ അത് വർക്കൗട്ട് ആയതായപ്പോൾ ഹോത്തോൺ സ്റ്റഡീസ് നടത്തി, അതൊരു പോസിറ്റീവായിട്ട് വർക്കൗട്ടായി. പിന്നെ ഹ്യൂമൻ റിലേഷൻ നോക്കി, പിന്നെ നമ്മൾ കണ്ടിജൻസി നോക്കി. അതായത് കണ്ടിജൻസിയിൽ അവരുടെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കാൻ തുടങ്ങി. ദെൻ പോസിറ്റീവ് ഓർഗനൈസേഷൻ സ്ട്രെങ്ത് നോക്കിയപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തരാം. ഇത് വേറെ ടെക്സ്റ്റ് ബുക്കാണ്, എക്സ് പബ്ലിക്കേഷൻ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഞാൻ മാക്സിമം മെറ്റീരിയൽ എടുത്തിട്ട് പഠിപ്പിക്കുക എന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് വെച്ച് ഞാൻ പറയുന്ന എക്സ്ട്രാ പോയിന്റ് വെച്ച് നോട്ട് ഉണ്ടാക്കിയാൽ ഉപയോഗമാവും നിങ്ങൾക്ക്. ഇനി ഇതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുക, ഓർഗനൈസേഷൻ ബിഹേവിയർ അതർ ഡിസിപ്ലിൻ തമ്മിലുള്ള ബന്ധം. അത് വളരെ എളുപ്പമായിട്ട് ഞാൻ പറഞ്ഞാവുന്നൊക്കെ ഒരു ബന്ധമാണ് അവർക്കുള്ളത്. അതൊരു 9 ഡിസിപ്ലിനുമായിട്ട് OBക്ക് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് OB മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്ലാസ്സിലാണ് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ ക്ലാസ്സിൽ എടുക്കുന്നതും ഒരു ചാപ്റ്റർ കഴിയാറായി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലോടുകൂടി ഒരു ചാപ്റ്റർ കഴിയും. ഞാൻ ക്ലിയറായിട്ട് പോണത് ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ വിനോദ് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, വിനോദ് സാർ എന്നല്ല, അബ്ദുൽ അസീസ് കോരോത്തും വേണുഗോപാൽ സാറിൻ്റെയും ടെക്സ്റ്റ് ബുക്കാണ് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്ക്. അത് ഫോളോ ചെയ്യാം. നെറ്റിൽ എന്തെന്ന് കാര്യം നമ്മുടെ ഇന്ത്യനെക്കാട്ടിയും കൂടുതൽ എംപ്ലോയീസിനെ കെയർ ചെയ്യുന്നതും അതിനെക്കുറിച്ച് റിസർച്ച് നടക്കുന്നതും ഔട്ട് സ്റ്റേഷൻ ഇന്ത്യയിൽ ഇപ്പോൾ അത്ര എംപ്ലോയീസ് അവരെ ജോലിക്ക് വരുന്നത് അവരെ ഭക്ഷണം അവർക്ക് വീട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. അവർ വർക്ക് ചെയ്തോളും. നമ്മൾ എത്ര മോശമായാലും അവർ പെരുമാറിയാലേ അവരെ മാക്സിമം കപ്പാസിറ്റി കിട്ടാൻ നമ്മൾ അവരെ അങ്ങനെയൊന്നും കാണിക്കാൻ അവർ നമ്മൾ തലയിൽ കയറും. അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് ഇപ്പോഴും സ്റ്റിൽ ഇൻ ഇൻഫാൻസി പീരീഡിലാണ് OB പ്രാക്ടീഷണറോ അങ്ങനെയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ട് OB പ്രാക്ടീഷണറായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ച് പഠിക്കുക. പഠിക്കുന്നതും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത് പറയുന്നത് ക്ലാസിക്കൽ അപ്രോച്ച് വന്നു, ഹോത്തോൺ സ്റ്റഡീസ് വന്നു, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് വന്നു, കണ്ടിജൻസി വന്നു, പോസിറ്റീവ് ഓർഗനൈസേഷൻ ബിഹേവിയർ വന്നു. ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.